ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് അടിസ്ഥാന ശാസ്ത്രത്തിൽ ഓൺലൈൻ ക്ലാസ് വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ പാർട്ട് 3 നമ്മൾ കണ്ടു. എല്ലാവർക്കും മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിൽ ചർച്ച ചെയ്തത്. എന്നാൽ നമ്മൾ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ചില ഭാഗങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് നമ്മൾ പകർത്തിയെടുക്കേണ്ട ചില ഭാഗങ്ങളാണ് ആ മൂന്നാമത്തെ വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള മൂന്നാമത്തെ ഓൺലൈൻ ക്ലാസ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് പകർത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിങ്ങൾ ഈ വീഡിയോ കാണുകയും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് പകർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആദ്യം ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ചെയ്തപ്പോൾ പല കുട്ടികളും നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് അവർ എഴുതിയ നോട്ട് എനിക്ക് വിട്ടു തന്നപ്പോൾ ആ നോട്ടിലെ ചില കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ആദ്യമായിട്ട് പറയുകയാണ്. ഒന്ന്, നമ്മുടെ നോട്ട് പുസ്തകം വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, ശാസ്ത്ര പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, വളരെ രസകരമായ രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ ചിത്രങ്ങളോ കളറുകളോ ഒക്കെ ഉള്ള രൂപത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ശാസ്ത്ര പുസ്തകം, നമ്മുടെ കയ്യിലുള്ള ശാസ്ത്ര പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് പുസ്തകമാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഒരു ഹെഡിങ് ഒക്കെ എഴുതുന്ന സമയത്ത് കളറൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട്, ക്രയോണൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, അതൊക്കെ ഉപയോഗിച്ച് മനോഹരമായ രൂപത്തിൽ നോട്ട് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതിൽ ഭംഗിയായിട്ട് നമ്മൾ എഴുതാനും ശ്രദ്ധിക്കണം. ചിത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ ശാസ്ത്ര പുസ്തകത്തിൽ നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ വരച്ച് ചേർക്കുന്ന സമയത്ത് അനുയോജ്യമായ കളറിങ്ങും കൂടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു ആകർഷണം ഉണ്ടാവും. നമുക്ക് തന്നെ പഠിക്കേണ്ട ആവശ്യത്തിനൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആ നോട്ടൊക്കെ വായിക്കാൻ ഭയങ്കര താല്പര്യം കൂടി ആയിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ നോട്ട് പുസ്തകം വളരെ വൃത്തിയായി മനോഹരമായ രൂപത്തിൽ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. ഇന്ന് മൂന്നാമത്തെ പാർട്ടാണ് ചർച്ച ചെയ്തത്. അതിൽ ടീച്ചർ പ്രധാനമായിട്ടും പറഞ്ഞത്, ആദ്യം നമ്മുടെ പാഠഭാഗത്തേക്ക് ടീച്ചർ വന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ചില ഭാഗങ്ങൾ ചോദിച്ചു കൊണ്ടാണ്. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് നമ്മോട് ഒരു മുന്നറിയിപ്പൊക്കെ ടീച്ചർ പരിശോധിച്ചു. പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചു. നമ്മളെല്ലാവരും അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് സസ്യങ്ങളിൽ എന്തിനു വേണ്ടിയാണ്, ഏതൊക്കെ വാതകങ്ങളാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നത്, സസ്യങ്ങൾ സ്വീകരിക്കുന്നത് ഏത് വാതകമാണ്, ഇതൊക്കെ നമുക്കറിയാം. സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണെന്ന് നമുക്കറിയാം. ആ ഓക്സിജൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ശ്വസനം വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കും. ആ ഓക്സിജൻ ലഭിക്കുമ്പോൾ നമ്മുടെ ശ്വസന പ്രക്രിയക്ക് അത് കൂടുതൽ സുഖകരമാകും. അത് നമുക്കൊരു ഗുണമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം പ്രകാശ സംശ്ലേഷണം കൊണ്ട് വേറെ ഒരു ഗുണമുള്ളത്, സസ്യങ്ങൾ അവ നിർമ്മിച്ച ആഹാരം ഗ്ലൂക്കോസാക്കി അവ ഉപയോഗിക്കുകയും ബാക്കി വരുന്നവ അന്നജമാക്കിയിട്ട് അവ സംഭരിച്ചു വെക്കുകയും ചെയ്യും. അത് ഇലകളിലും കാണ്ഡത്തിലും അതുപോലെ അവയുടെ പഴവർഗ്ഗങ്ങളിലും ഒക്കെയാണ് അവ സംഭരിച്ചു വെക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. ഇനി ആസ്യരന്ധ്രത്തെ കുറിച്ചാണ് ടീച്ചർ ഈ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആസ്യരന്ധ്രം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ വാതക വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഇലയിലുള്ള ഒരു ഭാഗമാണ്. ഇലയിലെ 2 പയറുമണികളെ പോലെയുള്ള ഒരു ഭാഗം. അപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറയും അതിന് ആസ്യരന്ധ്രങ്ങൾ. അപ്പോ ഈ ആസ്യരന്ധ്രം, സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഭാഗം സ്റ്റൊമാറ്റ, ഇത് മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെ നിരീക്ഷിക്കാൻ പറ്റും? നമുക്ക് കാണാം, നമ്മുടെ കണ്ണുകൊണ്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത വളരെ നേർത്ത, നമ്മൾ സാധാരണ നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവ എങ്ങനെയാണ്
വാതക വിനിമയത്തിന് സസ്യങ്ങളെ സഹായിക്കുന്നത് തുടങ്ങിയുള്ള വീഡിയോ സഹിതം അതിൽ ടീച്ചർ നമുക്ക് വിശദീകരിച്ചു തന്നു. മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് ക്രമീകരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ മൈക്രോസ്കോപ്പ് ക്രമീകരിക്കേണ്ട കാര്യം അതിൽ പറയേണ്ട കാര്യം ഉണ്ടോ? വളരെ നമ്മൾ വീട്ടിലുള്ള നമ്മുടെ രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടീച്ചർമാരെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് അന്നൊക്കെ കുറഞ്ഞ മൈക്രോസ്കോപ്പ്, സ്കൂളിലൊക്കെ 1, 2, 3 മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മൈക്രോസ്കോപ്പ് വന്ന് ടീച്ചർ അത് കാണിച്ചു തന്നിട്ട് എല്ലാവരും വന്നിട്ട് അതിൽ നോക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരു ക്ലാസ്സിലേക്ക് തന്നെ ടീച്ചർ 7-8 മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിലൊക്കെ വലിയ ശാസ്ത്ര ലാബുകൾ ഉണ്ടാകും. ആ ശാസ്ത്ര ലാബിൽ പോയിട്ട് നമ്മൾ പരീക്ഷണം നടത്തുകയാണ്. ടീച്ചർ പറഞ്ഞത് ഒരു ഇന്ന രൂപത്തിലൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നിരീക്ഷിച്ചിട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് മൈക്രോസ്കോപ്പ്, അതിൻ്റെ ഭാഗങ്ങൾ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടത്. ഒരു മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ടീച്ചർ കാണിച്ചു തന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മൈക്രോസ്കോപ്പ് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആസ്യരന്ധ്രങ്ങളെ എങ്ങനെ കണ്ടെത്താമെന്നത്, അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർ അത് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ ആസ്യരന്ധ്രങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശാസ്ത്രപുസ്തകത്തിലേക്ക് നമ്മൾ ചേർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ആസ്യരന്ധ്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആസ്യരന്ധ്രത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ കുറിപ്പ് തയ്യാറാക്കും? നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് അതുപോലെ നമ്മൾ കണ്ട വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ വിക്ടേഴ്സ് ചാനൽ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പം അതിലൂടെ നോക്കിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്, യൂട്യൂബിലൊക്കെ ഉള്ളതാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് നോക്കിയിട്ട് ആ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആസ്യരന്ധ്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. സസ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ആസ്യരന്ധ്രം ഉപയോഗിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് പറയും. സസ്യങ്ങളുടെ ഇലയുടെ ഏത് ഭാഗത്താണ്, അതിൻ്റെ ആകൃതി എന്താണ്, അതിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുറിപ്പ്, ആസ്യരന്ധ്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യത്തെ പ്രവർത്തനം. പിന്നെ നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ വസ്തുക്കളെയൊക്കെ കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത് പ്രകാശമാണ്. പ്രകാശം ഉണ്ടെങ്കിൽ, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടീച്ചർ അതിലൊരു ചോദ്യം ചോദിച്ചിരുന്നു, രാത്രിയാണോ പകലാണോ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഉത്തരം അറിയാവുന്നതാണ്. അതെ, എപ്പോഴാണ്? രാത്രിയാണോ പകലാണോ? പകൽ. കാരണം സൂര്യപ്രകാശം പകലുണ്ട്. നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം തുടങ്ങുന്ന എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് പകലായിരിക്കണം. പകലാണ് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുക. അപ്പം പ്രകാശം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാണ്. ഈ പ്രകാശമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കണ്ടെത്തലുകളും അതുപോലെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വേൾഡ് ലെവലിലെ അന്താരാഷ്ട്ര പ്രകാശ വർഷം, ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ, അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം നമുക്കുണ്ട്. എന്നാണ് അന്താരാഷ്ട്ര പ്രകാശ വർഷം ആചരിച്ചത് എന്നുള്ളത്. നമുക്ക് പുറത്തു വെക്കാൻ പറ്റുന്ന ദിവസം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലാണ് ആചരിച്ചിട്ടുള്ളത്. നമുക്ക് ഓർമ്മയുണ്ടാകും നമ്മൾ സ്കൂൾ. അപ്പോൾ അതൊന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നായിരുന്നു അന്താരാഷ്ട്ര പ്രകാശ വർഷം എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രകാശ വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവരണം കൂടി നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ തയ്യാറാക്കുക. അപ്പം പ്രധാനമായിട്ട് ഈ
പാഠഭാഗത്തില് ഇന്ന് കണ്ട പാർട്ട് 3, 5ാം ക്ലാസ്സിലെ പാർട്ട് 3 വളരെ കുറഞ്ഞ വർക്കുകളേ ഉള്ളൂ. ഒന്ന്, ആസ്യരന്ധ്രം. സസ്യങ്ങൾ വാതക വിനിമയത്തിന് ഉപയോഗിക്കുന്നതാണ്. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാനും അതുപോലെ ഓക്സിജൻ പുറത്തുവിടാനും ഒക്കെ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന സസ്യങ്ങളിലെ ഒരു അവയവമാണ് ആസ്യരന്ധ്രം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ആസ്യരന്ധ്രത്തെ കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഉള്ളത്. പിന്നെ അന്താരാഷ്ട്ര പ്രകാശ വർഷം എന്നാണ്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പാർട്ട് 3 നമ്മൾ വിക്ടേഴ്സ് ചാനലിലൂടെ കണ്ടിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളെ സഹായവും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ വളരെ മനോഹരമായ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനെ അത് കാണിച്ചു കൊടുക്കണം. പിന്നെ ഇന്ന് നടന്നിട്ടുള്ള ഈ വിക്ടേഴ്സ് ചാനലിലൂടെ കണ്ടിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇത് നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് എനിക്ക് അടുത്ത വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ മാറ്റം വരുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേഗം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ.